വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു നാടൻ ബോൺലെസ് ചിക്കൻ റോസ്റ്റാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. അതിന് ആവശ്യമുള്ള ചേരുവയൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നാടൻ കോഴിയുടെ കൊഴുപ്പ് യൂസ് ചെയ്ത് എണ്ണ കുറച്ച് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. മറിച്ച് ഇട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് കൊഴുപ്പ് അവിടെ ഒട്ടിപ്പിടിക്കുന്നതാണ്. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊഴുപ്പ് പ്രിപ്പയർ ചെയ്യാം. നെയ്യെല്ലാം ഉരുകി മാറിയിട്ടുണ്ട്. നമുക്കിത് റിമൂവ് ചെയ്തിട്ട് ഇനി നെയ്യ് ഉരുകിയതിലോട്ട് നമുക്ക് തേങ്ങ കൊത്ത് ഇട്ട് ഒന്ന് മുരിച്ചെടുക്കാം. കുറച്ച് തീയിട്ട് വേണം നമ്മളിത് മുരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. തേങ്ങക്കത്തെ എല്ലാം നല്ലതുപോലെ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുരിഞ്ഞ തേങ്ങക്കത്തെല്ലാം നമുക്ക് പാർന്ന് വയ്ക്കും. ഇനി നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ഇനി സ്വല്പം ഉപ്പിൻ്റെ നീരും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ബ്രൗണിഷ് കളറാണ്. ഇനി നമുക്ക് ഇറച്ചിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് മുളക് പൊടി ഇടാം, കുറച്ച് മല്ലിപ്പൊടി ഇടാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു അരമണിക്കൂർ അങ്ങനെ വയ്ക്കും. സ്വല്പം ഉപ്പിൻ്റെ നീരും കൂടെ ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. ഉള്ളി അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി കൂടെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഉള്ളി ഏകദേശം ബ്രൗണിഷ് കളറായി. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടാം, വെളുത്തുള്ളി ഇടാം, ഒന്ന് ഇളക്കി കൊടുക്കുക.
കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. ഏകദേശം ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം വെന്തിരിക്കുകയാണ്. ഇനി നമുക്ക് ബോൺലെസ് നാടൻ കോഴി ആഡ് ചെയ്യും. ഇതങ്ങോട്ട് ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. നാടൻ കോഴി ആയതുകൊണ്ട് ഈ ഇറച്ചിയെല്ലാം മുങ്ങിക്കിടക്കുന്ന പാകത്തിൽ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ ഇത് വെന്ത് വരില്ല. നമ്മൾ വെള്ളം ഒഴിച്ച് തീ കൂട്ടി വയ്ക്കുക. ബോൺലെസ് ചിക്കന് ടേസ്റ്റ് കൂടാൻ വേണ്ടി കുറച്ച് മുളക് പൊടി ചേർക്കുക. കൂടിപ്പോയത് കൂടിപ്പോയാൽ എരിവ് കൂടിപ്പോവും. ഇത് മണവും രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയാണ് ഈ കുരുമുളക് പൊടി ചേർത്തത്. ഇറച്ചി കറിയെല്ലാം തിളച്ച് തുടങ്ങി. നമ്മൾ നേരത്തെ കരുതി വേവിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇപ്പോൾ ആഡ് ചെയ്യുക. എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും ഇളക്കി കൊടുക്കുക. റോസ്റ്റ് വെച്ചാറായി. നമ്മൾ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇളക്കിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് അവസാനം തട്ടിപ്പൊത്തി ചെറിയ തീയിൽ വയ്ക്കുക. തട്ടിപ്പൊത്തി വയ്ക്കുമ്പം ഇതിന് വെന്തോളും. ചെറിയ തീയിൽ ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക. ബോൺലെസ് ചിക്കൻ റോസ്റ്റ് തട്ടിപ്പൊത്തി വെച്ചേക്കുന്നുണ്ട്. നല്ല ഭംഗിയിൽ വെന്തിരിക്കുകയാണ്. ബോൺലെസ് ചിക്കൻ റോസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വെന്ത് പാകമായി.